കോട്ടയം മറവത്തൂർ അപകടത്തിൽ മരിച്ച 5 പേരുടെയും മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത മൃതദേഹം കടനാട് പഞ്ചായത്ത് ഓഫീസിൽ പൊതുദർശനത്തിന് വെക്കും. വിവരങ്ങൾ നൽകാൻ ടോബി ജോൺസൺ ചേരുന്നുണ്ട്. ടോബി, എവിടേക്കാണ് പൊതുദർശനം നിശ്ചയിച്ചിട്ടുള്ളത്? സംസ്കാര ചടങ്ങുകൾ എപ്പോഴായിരിക്കും? പൊതുദർശനം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കടനാട് പഞ്ചായത്ത് ഓഫീസിലാണ്. ഇവിടെ 5 പേരുടെയും മൃതദേഹം പൊതുദർശനത്തിന് വെക്കുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. അല്പസമയം മുമ്പാണ് മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. ഇവിടുന്ന് വിലാപയാത്രയായിട്ടാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും കടനാട്ടേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോയത്. എന്തായാലും 4 പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് തന്നെ സംസ്കരിക്കുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. അതിൽ ജിബിൻ കെ ജോർജിന്റെ മൃതദേഹം മാത്രം സഹോദരൻ വരാനുള്ളതുകൊണ്ട് നാളത്തേക്ക് സംസ്കാര ചടങ്ങുകൾ മാറ്റിവെച്ചിട്ടുണ്ട്. ബാക്കി 4 പേരുടെയും മൃതദേഹങ്ങൾ ഇന്ന് തന്നെ സംസ്കരിക്കും. എന്തായാലും വലിയൊരു ജനാവലി തന്നെയാണ് ഈ 5 പേരെയും കാണുന്നതിന് വേണ്ടി, അവസാനമായി കാണുന്നതിന് വേണ്ടി മെഡിക്കൽ കോളേജിൽ എത്തിയിരുന്നത്. ഇന്നലെ വൈകുന്നേരം 6:30 നാടിനെ നടുക്കിയ ഈ ഒരു അപകടം ഉണ്ടായത്. വയനാട്ടിൽ വിനോദസഞ്ചാരത്തിന് പോയതിനു ശേഷം മടങ്ങി വീട്ടിൽ എത്തുന്നതിന് തൊട്ടു മുമ്പാണ് ഇവരുടെ വാഹനം നിയന്ത്രണം വിട്ടൊരു മയിൽക്കുറ്റിയിൽ ഇടിച്ച് മറ്റൊരു കടയിലേക്ക് ഇടിച്ചു കയറിയത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 3 പേർ മരിച്ചു. അതിനുശേഷം ഇന്നലെ ബാക്കി 2 പേർ കൂടി ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നപ്പോൾ മരിക്കുകയായിരുന്നു. എന്തായാലും നാടിനെ നടുക്കിയ സംഭവം തന്നെയാണ്. നിലവിൽ ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.